സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരു മീൻ മെഷുവായി, മച്ചി മെഷുവായി ഓക്കെ. അതിന് നമ്മൾ ഒരു കേതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയേ പറ്റുമോ? ഇപ്പോൾ ചെറിയ പൈസൻ്റെ സാധനം ഈ അക്കൂറിയിൽ ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം. ആദ്യം ഒന്ന് ഇത് കേതൽ പോലത്തെ വായിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മളെ കുറ്റം പറയാനാക്കണ്ട. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെറിയ പൈസൻ്റെ മീൻ മേടിച്ച് ആദ്യം ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഓലി അക്കൂറിയൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ കിതാബാന്നാക്കുന്നത്, കിതാബ് നേരെ പൊളന്നിട്ട് ഓക്കെ. അത് നമ്മൾ ലേശം ക്യാരറ്റ്, ക്യാപ്സിക്കോ, തക്കാളി, പച്ചമുളക്, 2 ചെറുനാരങ്ങ, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഉള്ളി, ഈ നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിന് കണക്കായിട്ട് ആ മീനിൻ്റെ പുറം ഭാഗത്ത് നരിക്കാൻ പറ്റിയ അളവിൽ അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒരു 1/2 കിലോ ഉണ്ടാവും. എല്ലാ സാധനവും കൂടി 1/2 കിലോ ഓക്കെ. ഇപ്പോൾ നമ്മൾ നാരങ്ങ നീര് എടുക്കുന്നുണ്ട് ഓക്കെ. നാരങ്ങ നീര് അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് നാരങ്ങ നീരിൻ്റെ അടുത്ത് 1 ടീസ്പൂണ് ഉപ്പ് ഓക്കെ. 2 സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് കറ്റി കൊടുക്കണം. ശ്രദ്ധിക്കണം, ഇതിന് മുള്ളിൻ്റെ ആരുണ്ടാവും. മുള്ളെടുത്ത് കളഞ്ഞ് നിന്നാലും ഉണ്ടാവും ഓക്കെ. കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നമ്മൾ ഓവനിലെത്താൻ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം ശ്രദ്ധിച്ചോ ഓക്കെ. കഴുകിയെല്ലാം വൃത്തിയാക്കിയതാണ്. അതൊക്കെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ ഒരുപാട് MB കൂടും, മിനിറ്റ് കൂടും. അതുകൊണ്ടാണ് ഓഫ് ചെയ്തു. മസാല അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിക്ക്. ക്യാമറ ശരിയില്ലാന്ന് ഓക്കെ. നമ്മൾ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. മസാല അതിലേക്ക് ആഡ് ചെയ്യുന്ന മസാലയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലേ ചെയ്യാറുള്ളൂ. വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ്. നമ്മൾ ഒരു 50 മില്ലി വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ. 50 മില്ലി എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ അതിൽ ചേർത്താൽ മതി. അതൊന്നും വേണ്ട ഓക്കെ. ഒന്നിച്ചിട്ട് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്യണേ. നമ്മുടെ പാത്രം കുറച്ച് ചെറുതായി പോയി. എന്നാലും അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത് വാടുമ്പോൾ അതിൽ കറ്റാവും ഓക്കെ. എല്ലാം ശ്രദ്ധിക്കുന്നില്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം വാടി ഓക്കെ. ഇങ്ങോട്ട് അടുപ്പിച്ചോളൂ. അപ്പൊ ഇതിൽ ചേർത്തത് പറഞ്ഞല്ല, ക്യാരറ്റ്, ക്യാപ്സിക്കോ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, മല്ലിച്ചപ്പ് ഓക്കെ. ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ 2 മസാല കൂടി ചേരാനുണ്ട്. ഇതിൽ നമ്മൾ ലേശം മഞ്ഞൾ കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. അതിന് അളവിന് എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ അളവിന് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് അറബ് മസാല, അറബി മസാല കൊടുത്തിട്ടുണ്ട്. അറബി മസാലയൊക്കെ നമ്മളിരുന്ന് പൊടിച്ചുണ്ടാക്കുന്നതാണ് ഓക്കെ. നമ്മളൊരു നുള്ളിൽ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകം ആവശ്യമുള്ളവർക്ക് ജീരകം ചേർക്കാം. ഇത് പെരിഞ്ജീരകമാണ്. അറബി മസാലയിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നാലും സ്പെഷ്യൽ ഒരു ഇത്തിരി ഫിഷ് മസാല അതിൽ ചേർക്കണം ഓക്കെ. ഫിഷ് മസാല ഇത്തിരി. അപ്പം ഒരു ഹാഫ് വേവിലാണ് ഇത് എടുക്കേണ്ടത് ഓക്കെ. ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർക്കണം ഓക്കെ. എല്ലാ അളവിനും ചേർത്തട്ടെ നിങ്ങൾ. അപ്പം നമ്മുടെ ഹാഫ് വേവായി. നമ്മളിത് ഓഫാക്കാൻ പോവുകയാണ്.
അതിനിത് മീനിൻ്റെ അകത്ത് ആഡ് ചെയ്യും. നമ്മൾ കിതാബിൻ്റെ അകത്ത് നിറക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മൾ ഓവണ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം അതൊന്ന് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് വെക്കാൻ പറ്റും. ഓവൻ്റെ ഗ്രില്ലിന് ഫോയിൽ പേപ്പർ കൊടുക്കുന്നുണ്ട്. ഫോയിൽ പേപ്പർ ഈ അതിൻ്റെ ഉള്ളിൽ കൂടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ ഓവൻ്റെ സിറ്റിങ് ആവില്ല. വെക്കുന്നുണ്ട്, ഇതുപോലെ വെക്കുക. ഓക്കെ, നമ്മളെ മസാല അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആഡ് ചെയ്യാം. എന്നിട്ട് ഫുൾ മീനിൻ്റെ മാംസങ്ങളുള്ള ഭാഗം മൊത്തം ഈ പറയുന്ന മസാല എത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ? അപ്പോൾ പച്ച മീനിൻ്റെ അകത്ത് നമ്മളെ മസാല കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിച്ച് ചെയ്യണേ. പിന്നെ അതിനെക്കുറിച്ചും പറയാൻ നിൽക്കുന്നുണ്ടായി. അതൊന്ന് കവർ ചെയ്യണം ഇതുപോലെ. ഒറ്റ പോയില്ലേ. അപ്പോൾ നമ്മളെ ഓവൻ ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇത് വെക്കാൻ പോവുകയാണ്. നമ്മുടെ ഓണായി ചൂടായി. മുകളിലും താഴെ നല്ല സ്റ്റീമാണ്. നമ്മൾ താഴത്ത് ഇറക്കി വെക്കുന്നതാണ് നല്ലത്, കാരണം അടിഭാഗത്താണ് ചൂട് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ഫുൾ ടൈമിങ്ങിൽ വെച്ചിട്ടുണ്ട്. അത് ഓഫായി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പോൾ ഇതുപോലെ ഓക്കെ. നമ്മുടെ മെഷ്വായി റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ, എന്നാലും നിങ്ങൾക്ക് അതിനൊരു രസം ഉണ്ടാവും അല്ലേ. പക്ക ഗ്ലാസ് ഇട്ട് പോരുന്നില്ല, കണ്ണിന് ചൂടടിക്കുന്ന ഓവണ്ട്. ഏതായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു രസമല്ലേ. പൊളിച്ച സാധനമാണ്. ആയിക്കോ, ആക്കിയിട്ടൊന്ന് കമന്റ് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിട്ട് അറിവ് എല്ലാവർക്കും കിട്ടിയിട്ട്